നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേണൽ സോഫിയ ഖുറൈഷി രാജ്യത്തിൻ്റെ അഭിമാനമായ ആർമി ഓഫീസർ, അവരെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച മധ്യപ്രദേശിലെ BJP മന്ത്രി കുവർ വിജയ് ഷായ്ക്കെതിരെ രാജ്യം മുഴുവൻ പ്രതിഷേധം പുകയുകയാണ്. വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കേണ്ടി വരുമെന്ന ഘട്ടത്തിലേക്ക് BJP എത്തിച്ചേർന്നിരിക്കുകയാണ്. BJPയെ വലിയ തോതിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കാൻ മാത്രമേ ഇയാളുടെ ഈ പ്രസ്താവന ഉപകരിച്ചുള്ളൂ. മധ്യപ്രദേശിലെ ഒരു വേദിയിൽ സംസാരിക്കവേ പാകിസ്ഥാനിലേക്ക് ഭീകരരെ ആക്രമിക്കാൻ അവരുടെ തന്നെ ഒരു സഹോദരിയെയാണ് മോദി അയച്ചതെന്നാണ് ഇയാൾ തൻ്റെ പ്രസംഗമധ്യേ പറഞ്ഞത്. ഈ പ്രസംഗം പുറത്തു വന്ന ഉടൻ തന്നെ രാജ്യത്താകമാനം വിജയ് ഷാ എന്ന BJP മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം തന്നെ ഉയർന്നു. രാജ്യം ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ ഭീകരതയ്ക്കെതിരെ അണിനിരന്നപ്പോൾ BJP ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകിയ ഒരു വനിതാ സൈനിക ഓഫീസറെ കുറിച്ച് ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുന്നത് കൊടിയ അപമാനമാണ് രാജ്യത്തിനുണ്ടാക്കിയതെന്നാണ് BJPക്കാരടക്കം പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷനടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ഏതായാലും ഈ പറയുന്ന വിജയ് ഷായെ പുറത്താക്കാൻ BJP ഇതുവരെ തുനിഞ്ഞിട്ടില്ല. എന്നാൽ BJPക്ക് ഇയാളെ പുറത്താക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. രാജ്യത്തെ സൈന്യത്തെ പോലും, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര സ്ഥാപനമാണ് ഭാരതത്തിൻ്റെ സൈന്യങ്ങൾ, സായുധ വിഭാഗങ്ങൾ, അതിപ്പോലും വർഗീയത കലർത്തുന്ന ഇത്തരം BJPക്കാരെ രാജ്യത്ത് തന്നെ നിഷ്കാസനം ചെയ്യണമെന്നാണ് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ആവശ്യപ്പെടുന്നത്. സോഫിയ ഖുറൈഷിയെ പോലൊരു ധീരവനിത രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കെ അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പ്രസംഗം നടത്തിയ വിജയ് ഷായെ എന്തുകൊണ്ടാണ് BJP പുറത്താക്കാതെ ഇരിക്കുന്നതെന്ന് പല രാഷ്ട്രീയ നേതാക്കളും ചോദിക്കുന്നുണ്ട്. മാധ്യമങ്ങളിലടക്കം കടുത്ത വിമർശനങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നത്. അതോടെയാണ് ഞാൻ ഇനി 10 തവണ വന്ന് സോഫിയ ഖുറൈഷിയോട് മാപ്പ് ചോദിക്കാമെന്ന് ഇയാൾ പറഞ്ഞത്. എന്നാൽ അങ്ങനെ മാപ്പ് പറഞ്ഞൊന്നും തടിയൂരാൻ വിജയ് ഷായ്ക്ക് കഴിയില്ല. മറ്റൊന്നുമല്ല, രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ ഈ വനിതയെ ആക്ഷേപിച്ച വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും BJP പുറത്താക്കുകയും വേണമെന്നാണ് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും BJPയിൽ തന്നെയുള്ള ഒരു വിഭാഗവും ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിജയ് ഷായെ ഇനി മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കുന്ന നേരത്തോളം, അല്ലെങ്കിൽ എത്ര നാൾ മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും BJP ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ അപമാനിക്കപ്പെടുമെന്നാണ് ചില BJP നേതാക്കൾ പറയുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും ഇയാൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദിവസമായി സംഘപരിവാറിന്റെ ചില ഹാൻഡിലുകളിൽ നിന്നും സോഫിയ ഖുറൈഷിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ചില അപകീർത്തികരമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു സംസ്ഥാന മന്ത്രി തന്നെ ഇവർക്കെതിരെ ആക്ഷേപകരമായ അപകീർത്തികരമായ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ധീരവനിതയെ, ധീര സൈനികയെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ച ഈ വിജയ് ഷാ എന്ന BJP മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് മാത്രം BJP ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ BJPയുടെ നേതാക്കൾ അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്കിലുമൊക്കെ ഖുറൈഷിയെ, ഈ സോഫിയ ഖുറൈഷിയെ പ്രകീർത്തിച്ച് പല പോസ്റ്റുകളുമൊക്കെ ഇടുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ ഈ മന്ത്രിയെ പുറത്താക്കാനോ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ ഇതുവരെ BJP തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ദുര്യോഗമായി മാറുകയാണ്.